ഈ രാജ്യത്തെ ഒരു പാർട്ടി എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനമാണ് ആ വിഷയത്തിലുണ്ടായിരിക്കുന്നത്. ഒന്ന്, ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം പറഞ്ഞ പരാതിക്കാരി ആരാണെന്ന് പാർട്ടിക്ക് ബോധ്യമില്ലായിരുന്നു. ആ ഘട്ടത്തിൽ 3 തരത്തിലുള്ള നടപടിയെടുത്തു. ഒന്ന്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 2, അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. 3, കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ 3 തരത്തിലുള്ള നടപടിയെടുത്തു. അതിനുശേഷം പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു ആരോപണം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്തത്. അതിനുശേഷം ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള ഒരവസരമുണ്ടായിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് 2/25 ഇന്നലെ ഉച്ച കഴിഞ്ഞ്. 2/26 തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരോപണം വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തപ്പെടുകയും 3 തരത്തിൽ നടപടിയെടുക്കുകയും ചെയ്തു. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ തള്ളിയപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ധാർമ്മികതയാണോ? അല്ല, ഒരു ആരോപണം വന്നു, നടപടിയെടുത്തില്ല. പരാതി വന്നു, നടപടിയെടുത്തില്ല. കേസ് കൊടുത്തു, നടപടിയെടുത്തില്ല. പരാതിക്കാർ പരസ്യമായി പറഞ്ഞു, നടപടിയെടുത്തില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു, ജനം വൃത്തിയായിട്ട് തോൽപ്പിച്ചു. എന്നിട്ടും ഇന്നും CPIM നേതാവായി ഒരു MLA ആയി നെഞ്ചു നിവർത്തി നടക്കുന്ന CPMൻ്റെ ധാർമ്മികതയാണോ മികച്ചത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പാർട്ടി അംഗമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ ഈ റിക്ടർ സ്കെയിലിൽ 7 മുകളിലുള്ള തീവ്രതയുള്ളത് മാത്രമാണ് ഇവരെടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് തീവ്രത അളക്കാൻ ഇവരാരാണ്? ഇവിടെ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറിയുമാണുള്ളത്. ഇന്ത്യൻ ജുഡീഷ്യറി ഉള്ള കാലഘട്ടത്തിൽ പാർട്ടി കമ്മീഷനും പാർട്ടി കോടതിയും അങ്ങ് തീരുമാനിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്നോർത്താണ് ഇരിക്കുന്നത്. അത് തികച്ചും നിരുത്തരവാദപരമായി ഇന്ത്യയിലെ ഭരണഘടനയും ജനാധിപത്യവും അംഗീകരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ്. കാരണം എന്താ? എത്രയേറെ ആരോപണങ്ങൾ വന്നു. P. ശശിയുടെ കാര്യത്തിൽ ആരോപണം വന്നു. ഇവർ പരാതി പോലീസിന് കൈമാറിയോ? ഞങ്ങളുടെ KPCC ഓഫീസിലേക്ക് ഡേറ്റ് ഇല്ലാത്ത, പേരില്ലാത്ത, ആരാണെന്നറിയില്ലാത്ത ഒരു പരാതി വന്നപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവിക്ക് DGPക്ക് കൈമാറി. പക്ഷേ P. ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. PK ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. ഇവരുടെ ചാനൽ ചർച്ചകളിൽ പോകുന്ന DYFI നേതാവിനെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. എത്രയോ കാരണങ്ങൾ വന്നു, എത്രയോ കാര്യങ്ങൾ വന്നു, അപ്പോഴൊന്നും പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. ഇതൊക്കെ പോട്ടെ, ഈ നിമിഷത്തിലെങ്കിലും ഇവരെ തള്ളിപ്പറയാനുള്ള സാമാന്യ മര്യാദ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ മഹിളാ അസോസിയേഷൻ്റെ നേതാവല്ലേ പറഞ്ഞേ, അത് തീവ്രത കുറഞ്ഞത്, ഇത് തീവ്രത കൂടി. ഇവരാരാ തീവ്രത അളക്കാൻ? ഇവർക്കാരാണ് തീവ്രത അളക്കുന്ന വല്ല മെഷീൻ AKG സെൻറ്റർ ഉണ്ടാക്കി വിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ AKG സെൻറ്റർ ഇതിൻ്റെ ഫാക്ടറി ആക്കുകയാണ് നല്ലത്. അതുകൊണ്ട് CPM DYFIക്കാരോടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത്രയധികം പീഡന പരാതികൾ ഉണ്ടായിട്ടും അവരെ പാർട്ടിയുടെ കൂടിനുള്ളിൽ സംരക്ഷിച്ചു നിർത്തുന്ന DYFIക്കാരൻ മധുരം വിളമ്പുമ്പോൾ ഉളുപ്പുണ്ടോ DYFIക്കാരെ എന്ന് ചോദിക്കാനുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാട്, ഞങ്ങളെടുത്ത തീരുമാനം, ഞങ്ങളെടുത്ത നടപടികൾ അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മാതൃകയാക്കാൻ പറ്റുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഞങ്ങളെടുത്തത്. ഇനി സ്വർണ്ണപ്പാളി വിഷയം നിങ്ങളെടുക്കുക. അപ്പം ഈ ജില്ലയിൽ നിന്നല്ലേ പത്മകുമാർ എന്ന് പറയുന്ന ആളെ ഇന്നലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ കട്ട കേസിലും പ്രതിയാക്കിയിരിക്കുകയാണ് കോടതി. എന്ന് പറഞ്ഞാൽ അയാൾ ഒരു അമ്പലം വിഴുങ്ങിയായിരുന്നു എന്ന് ഈ നാടിന് മുഴുവൻ ബോധ്യമായി. വാസു എന്ന് പറഞ്ഞാൽ ഒരു അമ്പലക്കൊള്ളക്കാരനാണ് എന്ന് നാടിന് മുഴുവൻ ബോധ്യമായി. എന്നിട്ടും ഈ 2 ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഈ ദിവസം വരെയായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇന്നും സംരക്ഷിച്ച് നിർത്തുകയല്ലേ? എന്ന് പറഞ്ഞാൽ കാട്ടുകൊള്ളക്കാരെയും അമ്പലം വിഴുങ്ങികളെയും ഇതുപോലെയുള്ള സ്ത്രീ പീഡകരെയും സംരക്ഷിച്ച് നിർത്തുന്ന CPM ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ വരണ്ട എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്.